Assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമുക്ക് ഈദാണ് ബട്ട് വി ആർ ഇൻ ജോർജിയ. ഇറ്റ്സ് എ ക്രിസ്ത്യൻ കൺട്രി. ഇവിടെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ഈദ്. സോ ബട്ട് നമുക്ക് ഇന്നാണ് ഈദ്. സോ വി ആർ ഗോയിങ് ടു എ ബ്യൂട്ടിഫുൾ പ്ലേസ് നൗ. വി ആർ ഇൻ കുട്ടൈസി. കുട്ടൈസി എന്ന് പറയുന്ന ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട് ജോർജിയയിൽ. നമ്മളിപ്പോൾ അവിടെയാണുള്ളത്. അപ്പോൾ അവിടെ ഒരു 1 hour ഡ്രൈവും കൂടി കഴിഞ്ഞാൽ മാർട്സ്വില്ലി കാനോൺ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. സോ അവിടെ നമ്മൾ പോയിക്കോണം. അവിടെ എത്തിയിട്ട് ഞാൻ പ്ലേസ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. So I hope you all are enjoying the Eid. So let's get started. നമ്മളിപ്പോൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു നമ്മളെ ഹോട്ടലിൽ നിന്ന്. ഡിസ്കവറി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കുട്ടൈസിൽ. അപ്പോൾ മോർണിംഗ് കുറച്ച് നല്ല മഴ വന്നിട്ടുണ്ടായിന്. സീ ലുക്ക് അറ്റ് ദ ഡ്രോപ്ലെറ്റ്സ്. ഇത് അതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് ആണ്. ഞാൻ ഫോർകാസ്റ്റ് നോക്കി, വെതർ ഫോർകാസ്റ്റ് നോക്കുമ്പോൾ അതിൽ പറയുന്നത് ആഫ്റ്റർനൂണും ഒരു മഴ വരും എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു മാർട്സ്വില്ലി കാനോൺ എന്ന് പറയുന്ന ഒരു ബോട്ടിങ്ങിലുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ്. അപ്പോൾ ആടെ ഇനി മഴ വന്നതുകൊണ്ട് ബോട്ടിങ് ക്യാൻസൽ ആയിട്ടുണ്ടാവും എന്നറിയാലോ. കാരണം കുറേ ആൾ എനിക്ക് പറയുന്നത് കേട്ടിന് മഴ എന്തെങ്കിലും വെതറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവിടെ ബോട്ടിങ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന്. ഐ ഹോപ്പ് വി ഗെറ്റ് എ ചാൻസ് ഫോർ ബോട്ടിങ്. നമുക്ക് നോക്കാം അവിടെ പോയിട്ട്. ഹോപ്പ്ഫുള്ളി അറൗണ്ട് ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു ഫ്രം കുട്ടൈസി ടു മാർട്സ്വില്ലി കാനോൺ. പോകുന്ന വേ നല്ലൊരു ഇന്ത്യൻ റോഡ് പോലെയാണ്. നല്ലൊരു വില്ലേജ് പോലത്തെ ഒരു റോഡ്, നാരോ റോഡായിട്ട് 2 സൈഡും ഫുള്ള് മരമെല്ലായിട്ട്, പിന്നെ നല്ലൊരു ഗ്രീനറി ആൻഡ് നല്ലൊരു വെതറും കൂടി ആയതുകൊണ്ട് നല്ല എൻജോയ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു 1 hour സ്പെൻഡ് ചെയ്യും. നമ്മൾ ആക്ച്വലി ആ റോഡ് കണ്ടിട്ടാണ് ഷോക്കായത്. ആ മാർട്സ്വില്ലി എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് എത്തി പിന്നെയുള്ള റോഡ് ഇറ്റ് വാസ് ടു ബാഡ്. ഭയങ്കര കുണ്ടും കുഴിയെല്ലാം ആയിട്ടുള്ള റോഡായിരുന്നു. എനിക്ക് മനസ്സിലാവാതെ ഇത്ര ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനിൽ പോകുന്ന പ്ലേസിന് എന്തുകൊണ്ട് ഒരു ഇങ്ങനെ ആക്കില്ല. കാരണം ഇന്ത്യയിലെല്ലാം ഇങ്ങനത്തെ റോഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് ഇത് ജോർജിയയിൽ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് ഇന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു റോഡ് കാണുന്നത്. തീരെ മെയിൻറ്റെയിൻ ആക്കാത്ത റോഡ്. അങ്ങനെ അവിടെ എത്തിയ അവിടെ തന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയി. കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കുന്ന. അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസ്, തമ്മി അനാർ ജ്യൂസാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഷീ വാസ് വെരി ഓൾഡ് ലേഡി. ഭയങ്കര കാമായിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ നമുക്ക് കുറേ ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഓഫർ ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി, ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു പാക്ഡ് ആയിട്ടാണ് അവർ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ അവിടെ ഹണിയും ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഹണി ടേസ്റ്റ് ചെയ്തു. എല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു ബോട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ബോട്ടിൽ ഹണി വാങ്ങിയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് പോയി. കൗണ്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ഹോപ്പ്ഫുള്ളിയാണ് നമ്മൾ പോകുന്നത് ബോട്ടിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബോട്ടിങ് കിട്ടിയില്ല. ഇറ്റ് വാസ് ക്ലോസ്ഡ്. അവർ പറഞ്ഞത് വെരി ബാഡ് വെതറാണ് ഇപ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് ബാഡ് വെതറിനായതുകൊണ്ട് അവർ ബോട്ടിങ് ഇന്നലെ തന്നെ ക്ലോസ് ചെയ്തതാണ്. ബോട്ടിങ് ക്ലോസ് ചെയ്ത് മാത്രമല്ല, നമ്മൾ താഴെ പോയപ്പോൾ വെൻ ഐ സോ ദ വാട്ടർഫാൾ ഐ വാസ് ടോട്ടലി സർപ്രൈസ്ഡ്. എനിക്ക് ഭയങ്കര ഷോക്കായി. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു വാട്ടറിൻ്റെ കളർ ഞാൻ കണ്ടത് വീഡിയോസിലും ഫോട്ടോസിലെല്ലാം കണ്ടത് ഈ കളറേ അല്ല. ലൈക്ക് ബ്ലൂ വാട്ടർ ആൻഡ് വെരി ഡ്രീമി ആയിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് ആ ഫോട്ടോസിലും കിട്ടിയത്. അവിടെയുള്ള ലോക്കൽസിനോടും ചോദിച്ചപ്പോൾ അവർ അതന്നെ പറഞ്ഞത് അത് ആക്ച്വൽ കളർ ബ്ലൂ ആണ്. ബട്ട് ഇപ്പോൾ മഴ വന്നിട്ട് ഭയങ്കര ഡേർട്ടി ആയിട്ട് ഫുള്ള് മണ്ണെന്തോ മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ ആയത്. അല്ലെങ്കിൽ ഇറ്റ് യൂസ് ടു ബി ബ്ലൂ എന്ന്.
വി ഫെൽറ്റ് വെരി ബാഡ്. എനിക്ക് ആ ഒരു ബ്ലൂ വാട്ടർ കാണുന്നത് ഭയങ്കര ഇതുണ്ടായി. ബട്ട് ദിസ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ. ഇതൊരു വൈൽഡായിട്ടൊരു വൈൽഡ് ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഈ ഒരു കളറായിട്ട്. പിന്നെ അതൊരു പ്രഷറിൽ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു വാട്ടറിന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ചെറിയ ആ ഒരു സൈഡിലുള്ള നിങ്ങൾ കനാൽ കാണുന്നില്ലേ, ആ ഒരു കനാലിലൂടെയാണ് ഈ ബോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊരു ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്കിത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇത് ഫീലായി. ഐ ഫെൽ സോ ബാഡ്. എനിക്കിങ്ങനെ ഞാൻ ഫുള്ള് മൂഡ് ഓഫ് ആയിരുന്നു അവിടെ എത്തിയ പാട് തന്നെ. ബിക്കോസ് ഞാൻ മോർണിംഗ് തൊട്ട് ഇതന്നെ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടായിരുന്നു ബോട്ടിങ് ചെയ്യണം, ബോട്ടിങ് അത്രയും ഞാനത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും എനിക്കത് കിട്ടാത്തത്. അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വിടുന്ന വഴിക്ക് പിന്നെയും നമ്മൾ അവിടുന്ന് ആ ഒരു ഷോപ്പിൽ കയറിയിട്ട് 2 ജ്യൂസ് കുടിച്ച് പിന്നെ ഹണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കളക്ട് ചെയ്ത് നമ്മൾ ബൈ പറഞ്ഞ് അവിടെ നിന്ന് വിട്ടു. അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ് ഡോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ക്യൂട്ട് ഡോഗ്സാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഡോഗ്സ്, നല്ല ഫറൊക്കെ ആയിട്ടുള്ളത്. സോ അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടിട്ട് നല്ല വിശക്കുന്നുണ്ടായിന്. പിന്നെ അവിടെ നല്ല റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടില്ല, ജസ്റ്റ് സ്ട്രീറ്റ് ഷോപ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അവിടുന്ന് നമ്മൾ പോയിട്ട് കുട്ടേസി സെൻറ്റർ എത്തിയ പിന്നെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓൺ ദ വേ കണ്ടത്, ജോർജിയൻ വെഡ്ഡിങ്. ഞാനിത് തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ്. വീടിങ്ങനെല്ലാം ഉണ്ടാ ആക്ച്വലി സൈലന്റ് വെഡ്ഡിങ്, എല്ലാവരും വൈറ്റ് ഇട്ടിനോ. സോ വി ആർ ഗോയിങ് ബാക്ക് ടു കുട്ടേസി സെൻറ്ററിൽ. നമ്മൾ ഹോട്ടലുണ്ടാകുന്ന ആ സ്ഥലത്ത് തന്നെയാണ് കുട്ടേസി സെൻറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ആൻഡ് മാർട്സ്വില്ലി കാനിയോൺ പോയി വന്ന് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ബോട്ടിങ് എക്സ്പീരിയൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെതർ നല്ല ഒരു മൂഡി വെതർ ആയിട്ടുണ്ട് പുറത്ത്. അപ്പോൾ ഇന്നലെ നല്ല മഴ എന്നാണ് അവർ പറഞ്ഞത്. സോ ദ വാട്ടർ ഫ്ലോ വാസ് സോ ഹെവി ആൻഡ് ഫുള്ള് വെള്ളം ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ബ്ലൂ ആക്ച്വലി. എൻ്റെ ആ ഒരു കെനലിൻ്റെ വെള്ളം ബ്ലൂ ആണ് കണ്ടത്. അപ്പോൾ ഇപ്പോൾ അത് ഫുള്ള് ഡേർട്ടി ആയിട്ടുണ്ട്. അവർ പറഞ്ഞാൽ ഇറ്റ് വാസ് ഹെവി റെയിനിങ് യെസ്റ്റർഡേ. അപ്പോൾ അതിനുകൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഐ വാസ് സോ എക്സൈറ്റഡ് ടു ട്രൈ ദ ബോട്ടിങ് എക്സ്പീരിയൻസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് വി ഗോട്ട് അൺലക്കി. അങ്ങനെ നമ്മൾ ആ കുട്ടേസി സെൻറ്ററിലെത്തി. അപ്പോൾ എത്തുമ്പോൾ തന്നെ ഒരു ഉച്ചയായി, ലൈക്ക് 1:30 അങ്ങനെ എന്തോ ആയിന്. അപ്പോൾ എത്തിയ ഉടനെ ആ വെതർ ഫോർകാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ചെറുങ്ങനെ ഒരു മഴ വരുന്നുണ്ടായിന്. സോ നമ്മളെവിടെയെങ്കിലും പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു പോയി. ഇവിടെയും അങ്ങനെ തന്നെ പാർക്കിങ്ങിന് ചാർജ് ഉണ്ട്. സോ നമ്മൾ ആ ഹോട്ടലില്ല, ആ കാണുന്നതായിരുന്നു നമ്മളെ ഹോട്ടൽ. അപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ട് തന്നെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് വി ഗോയിങ് ടു എക്സ്പ്ലോർ കുട്ടേസി സിറ്റി. ആൻഡ് ഞാനൊരു ഈ ഒരു സാധനം എടുത്തിട്ടിട്ടുണ്ട്, കാരണം തണുപ്പുണ്ടോണ്ട്. ആൻഡ് ചെറിയൊരു മയം വരുന്നുണ്ട്. ദിസ് ഈസ് ഫ്രീഡം സ്ക്വയർ അല്ല ഇതൊരു സ്ക്വയർ, എന്ത് സ്ക്വയർ എന്നറിയില്ല. കുട്ടൈസിയിലുള്ള എന്തോ പറയുന്നത് എനിക്ക് മറന്നു ആക്ച്വലി. സോ there we are. നമ്മളങ്ങനെ കുറേ തേടിയിട്ട് ഫൈനലി നമ്മളൊരു മോളിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ നമുക്ക് ആക്ച്വലി ഫുഡ് കുറേ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്, പക്ഷെ ഹലാലിന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ഫുഡ് അങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ക്ലോത്തിൻ്റെ ഒരു സ്റ്റോർ കണ്ടത്. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയും നമുക്ക് ഫുഡ് കിട്ടുന്നില്ല, അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ജോർജിയൻ കളക്ഷൻസ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മളൊരു സ്റ്റോറിൽ കയറി. എനിക്ക് അവിടുത്തെ കളക്ഷൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പ് ചെയ്തു. ഐ വാസ് സോ ഹാപ്പി. അങ്ങനെ ജോർജിയയിൽ വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ഇത് ഷോപ്പ് ചെയ്യുന്നത്. എനിക്ക് പ്രൈസ് കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവ് പോലെയാണ് ഫീൽ ചെയ്തത്. UAE ദിർഹംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറവ് പോലെയാണ് ഫീൽ ആയത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ചെന്തെല്ലാം വാങ്ങി. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. നല്ല വിശന്നിട്ട് കുറച്ച് വിഷമത്തിലുണ്ടായിന്. പക്ഷേ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു ഇത് വാങ്ങിയപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയായി. സോ പിന്നെയും നമ്മൾ ഫുഡ് ഹണ്ട് ചെയ്ത് പോയി. അങ്ങനെ ഫൈനലി ഒരു ജോർജിയൻ ഒരു ലോക്കലിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെൻഡീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു 5-10 മിനിറ്റ്സ് നടന്നാൽ വെൻഡീസ് കിട്ടും. അങ്ങനെ ഫൈനലി നമ്മൾ വെൻഡീസിൻ്റെ അടുത്തെത്തി. അങ്ങനെ ജോർജിയൻ ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യുന്നതാണ് നമ്മൾ പ്ലാൻ. പക്ഷേ ഹലാലായിട്ടൊന്നും നമ്മൾ കാണാത്തതുകൊണ്ട് നമ്മളങ്ങനെ വെൻഡീസിൻ്റെ അവിടെ പോയി. പിന്നെ വെൻഡീസിൻ്റെ ബർഗർ ഓർഡർ ചെയ്തു. ദുബായിൽ വെൻഡീസ് ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഒരു ട്രൈ ചെയ്യാത്തൊരു ബർഗറായിരുന്നു വെൻഡീസ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ അവിടുത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ സ്ട്രീറ്റിലോട്ട് പിന്നെയും ഇറങ്ങി. ഞാൻ ഇതുവരേക്കും പറഞ്ഞുകൊണ്ടിരുന്നത് ഇറ്റ്സ് എ വില്ലേജ് കുട്ടേസി ഇസ് എ വില്ലേജ് എന്നല്ലേ. ഇപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് മാറി. ഭയങ്കര നല്ല വൈബുള്ളൊരു സിറ്റിയാണ് കുട്ടേസി. അത് നമ്മൾ ശരിക്കും ആ സ്ട്രീറ്റിലൂടെ പോയിട്ട് ആ ഒരു കുറേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മളിങ്ങനെ കുറച്ച് നടന്നിട്ട് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നല്ല എന്തോ ഒരു ഫുഡ് ഫെസ്റ്റ് പോലത്തെ എന്തോ ഒരു സംഭവം ഇങ്ങനെ നടന്ന് ലൈക്ക് ഇറ്റ് വാസ് ഗോയിങ് ലൈവ്. അവിടുത്തെ ആ ഒരു വൈബ് ഇറ്റ് വാസ് സോ നൈസ്. നല്ല ക്രൗഡും ഫുൾ ലോക്കൽ ക്രൗഡായിരുന്നു, ലോക്കൽസ് മാത്രം, ടൂറിസ്റ്റ് അങ്ങനെ ഉണ്ടായിട്ടാ. ആൻഡ് നല്ലൊരു വൈബുള്ളൊരു ഏരിയയിലാണ് നമ്മൾ ഫൈനലി അൺഎക്സ്പെക്റ്റഡ്ലിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ അവർ ലൈവായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് കാണുമ്പോൾ കുറച്ച് വിഷമമായെങ്കും പിന്നെ നമുക്ക് പോർക്ക് അതൊക്കെ ഗ്രില്ല് ചെയ്യുന്ന കണ്ട. അപ്പോൾ നമ്മൾ വിചാരിച്ചു നോ പ്രോബ്ലം, എന്തായാലും ഹലാലല്ല, അപ്പം നന്നായി നമ്മൾ കഴിച്ചിട്ട് വന്നെന്ന് വിചാരിച്ചു. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ കുറേ ഇങ്ങനെ അതിൻ്റെ അങ്ങോട്ടോളം നമ്മൾ നടന്നുകൊണ്ട് പോയി. ഇറ്റ് വാസ് എ ലൈവ് ഷോ. എന്തെന്നറിയില്ല, എന്ത് ഈവെൻറ്റാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലായിട്ടാ. കുറേ വീഡിയോ ഷൂട്ടിങ് ക്യാമറാമാനൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് പിന്നൊരു സൈഡിൽ ഈ ഫുഡിൻ്റെ പിന്നൊരു സൈഡിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ലൈവ് ഫുട്ബോൾ കണ്ടുകൊണ്ടായിരുന്നു. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അറൗണ്ട് ഒരു 10 കിലോമീറ്റേഴ്സോളം ഈ ഒരു കുട്ടേസി സ്ട്രീറ്റിൽ നടന്നിന്. അപ്പോൾ വി വർ സോ ടയേർഡ്. സോ ഫൈനലി നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കുറേ നടന്നിരുന്ന്. നമ്മൾ വിചാരിക്കാതാണ് കുറേ നടന്നത്. കാരണം ദിസ് സിറ്റി ഈസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ വിചാരിച്ച കുട്ടേസി ഒരു വില്ലേജ് ഇടൊന്നും ഉണ്ടാവില്ലാന്ന്. ബട്ട് ദ സിറ്റി ഞങ്ങൾക്ക് ഇവിടെ ഈ ഇത് കാണുമ്പോൾ, ഈ സ്ട്രീറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ അസർബൈജാനിൽ നിസാമി സ്ട്രീറ്റ് പോയിട്ടുണ്ട് ബാക്കൂല്. അതേ ഒരു സെയിം വൈബ് എനിക്ക് ഫീൽ. എനിക്കറിയില്ല ഇപ്പോൾ എന്തോ ഒരു ഫെസ്റ്റ് നടന്നുകൊണ്ടുണ്ട്, ഫുഡ് ഫെസ്റ്റ് അങ്ങനെ എന്തോ. ഫുൾ DJയും ഡാൻസും ഫുഡും ആൻഡ് ഫുള്ള് ലോക്കൽസ് മാത്രം, മോസ്റ്റ്ലി ലോക്കൽസ് മാത്രം നമുക്ക് കണ്ട്. ഫുള്ള് ഫുഡും ഭയങ്കര വൈബാണ്. അപ്പോൾ അവിടെല്ലാം കുറേ നടന്നിട്ട് സോ എക്സോസ്റ്റഡ്. കുറേ ഫോട്ടോസ് എടുത്ത് അപ്പോൾ ഭയങ്കര മടുത്ത്. ഇപ്പോൾ ടൈം 7 കഴിഞ്ഞ് ആൻഡ് സ്റ്റിൽ ദർ ഇസ് ലൈറ്റ്. തമ്മി ഓൾറെഡി പോയി, അപ്പോൾ ഞാൻ പോകുന്നു. നല്ലപോലെ ടയർഡായിട്ടുണ്ട് കുറേ നടന്നിട്ട്. ഇറ്റ് വാസ് എ ലാസ്റ്റ് ഡേ ഇൻ ജോർജിയ. സോ വി ആർ ഗോയിങ് ബാക്ക് ടു UAE ഇൻഷാല്ലാ. അപ്പോൾ ബൈ. അങ്ങനെ ഇതോടെ നമ്മൾ ലാസ്റ്റ് ഡേ ഇൻ ജോർജിയയും തീർന്നു. അപ്പോൾ ഇനി ഇൻഷാല്ലാ നമ്മൾ എയർപോർട്ട് പോകും നൈറ്റ് ആകുമ്പോൾ. ആൻഡ് നാളെ മോർണിംഗ് ഇൻഷാല്ലാ അബുദാബിയിലെത്തും. സോ അത്രയേ ഉള്ളൂ. റിട്ടേൺ പോകുമ്പോൾ ഞാനായിരുന്നു എയർപോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്തത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ആയിട്ട്, കാരണം കുറേ ട്രാഫിക് റൂൾസ് ഒന്നും ഇല്ല, വെരി സിമ്പിൾ. സോ അത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.